أمري واحلل عقدة من لساني يفقهوا قولي الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ, വിധി വിലക്കുകളെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 29 രാപ്പകലുകൾ നന്മയിലൂടെ സഞ്ചരിച്ച് വീണ്ടും ഒരു പെരുന്നാൾ സുദിനത്തിന്റെ സന്തോഷ പുലരിയിലാണ് നാം ഏവരും ഒരുമിച്ചിട്ടുള്ളത്. ഏവർക്കും ഈ വിനീതന്റെ ഈദാശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പ്രിയപ്പെട്ടവരെ, ഈ ഈദ് സുദിനത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷവും ആനന്ദവും ആഹ്ലാദവും സമാധാനവുമാണ് ജീവിതത്തിലുടനീളം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ശാരീരികമായ ഒരു ജീവിതം സന്തോഷങ്ങളും സന്താപങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം സമ്മിശ്രമാണെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതേതു പ്രതിസന്ധികളെയും ഏതേതു പ്രയാസങ്ങളെയും ആ നിർഭയത്തോടെ പതറാതെ തളരാതെ മുന്നോട്ടു പോകണം, നേരിടണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു മുന്നോട്ടു പോക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധ്യമാകുമെന്നത് ചിലർക്കെങ്കിലും വിശുദ്ധ റമദാനിലൂടെ തെളിയിക്കാൻ അൽഹംദുലില്ലാഹ് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടം മാത്രം ലോകത്തിന് സമ്മാനിക്കുന്ന യുദ്ധഭീതിയും അനന്തരഫലങ്ങളും ആശങ്കകളും ആകുലതകളും വ്യാകുലതകളും എല്ലാം ഉണ്ടാകുമ്പോഴും വെടിയച്ചകളുടെ നടുവിൽ ജീവിക്കുമ്പോഴും മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴും അതിനെയെല്ലാം തരണം ചെയ്ത് സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മിൽ ചിലരെങ്കിലും ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവ സാമൂഹികമായി ബാധിക്കുന്നതുണ്ടാവാം, വ്യക്തിപരമായി ബാധിക്കുന്നതുണ്ടാവാം, കുടുംബപരമായി ബാധിക്കുന്നതുണ്ടാവാം. അങ്ങനെ ഏതു പ്രയാസവും ഏതു പ്രതിസന്ധിയും മുസ്ലിമെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവിടെ നമ്മുടെ രക്ഷ, അവിടെ നമ്മുടെ സന്തോഷം, അവിടെ നമ്മുടെ പരിരക്ഷ വിശുദ്ധ റമദാനിൽ നാം കാത്തു സൂക്ഷിച്ച ആ വിശുദ്ധിയോടെ മരണം വരെ ജീവിക്കൽ തന്നെയാണ്. നോക്കൂ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഇഹലോക ജീവിതത്തിലും പരലോകത്തിലും സന്തോഷം ആഗ്രഹിക്കുന്നവരെ, ആർക്കാണ് സന്തോഷമുണ്ടാവുക, ആർക്കാണ് രക്ഷയുണ്ടാവുക? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. സന്തോഷവും സമാധാനവും ആനന്ദവും ഉള്ളത് അത് വിശ്വാസികൾക്കാണ്, അത് തഖ്വ അനുസരിച്ച് ജീവിച്ചവർക്കാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ അവിടെ ആദ്യമായി എടുത്തു പറയുന്നത് വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് മുന്നോട്ടു പോകുന്നവർക്കാണ് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുക എന്നതാണ്. ജീവിതത്തിലെ ഏതേത് സന്ദർഭങ്ങളിലും വിശ്വാസത്തിൽ പുഴുക്കുത്തില്ലാതെ, വിശ്വാസത്തിൽ അന്യായം കലരാതെ, വിശ്വാസത്തിൽ അക്രമം വരാതെ മുന്നോട്ടു പോകാൻ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ്
ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സന്തോഷമുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്. അതേ, അല്ലാഹുവിന് കൊടുക്കേണ്ട, റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന മറ്റൊരു ശക്തിക്കോ മറ്റൊരു വ്യക്തിക്കോ പങ്കുവച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അന്യായമെന്ന്, ഏറ്റവും വലിയ അക്രമം. ആ വലിയ അന്യായം, ആ വലിയ അക്രമം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അഥവാ ഏത് വിഷമഘട്ടത്തിലും, ഏത് പ്രയാസത്തിലും, ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിനോട് മാത്രം തേടി അവനിൽ മാത്രം തവക്കുലാക്കി മുന്നോട്ട് പോകാനാണ് വിശ്വാസികളെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. നോക്കൂ, അത് സാധ്യമാകണമെങ്കിൽ ആ ഒരു നിർഭയത്വത്തോടു കൂടി, ആ ഒരു സന്തോഷത്തോടു കൂടി അല്ലാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാനിനെ, വിശുദ്ധ നോമ്പിനെ പ്രതിപാദിച്ച ആയത്തിന്റെ നേരെ ചുവടെ, അതേ ആയത്തിലൂടെ അതിന്റെ ചുവടെയായി അല്ലാഹു പഠിപ്പിക്കുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫലസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, നബിയേ, എന്റെ അടിമ എന്നെ പറ്റി താങ്കളോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ നബിയെ, നാം അവർക്ക് ഏറ്റവും അടുത്തവനാണ്, നാം അവർക്ക് ഏറ്റവും സമീപസ്ഥനാണ്. അതെ, നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ അഭിലാഷവും എന്തുമാവട്ടെ അത് നമ്മുടെ അടുത്തുള്ള ഏറ്റവും സമീപസ്ഥനായ അല്ലാഹുവിനോട് പറഞ്ഞോ, അല്ലാഹുവിൽ വരവേൽപ്പിച്ചോ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ ചരിത്രം അറിയില്ലേ? എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു, ആ കൊതിയായിരുന്നു ഒരു കുഞ്ഞിക്കാല് വേണമെന്നത്, ഒരു സന്താനം വേണത്. അല്ലാഹു ആ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തിയപ്പോഴും, അങ്ങേയറ്റം പ്രയാസത്തിലെത്തിയപ്പോഴും പ്രതീക്ഷയോടെ ആ റബ്ബിനോട് തേടി മുന്നോട്ട് പോയി. അവസാനം ആ വാർദ്ധക്യത്തിന്റെ സമയത്ത് അല്ലാഹു ഒരു സന്താനത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും പറഞ്ഞു പോയി എന്നാണ്, അല്ലാഹുവേ, ഈ വയസ്സായ വാർദ്ധക്യം ബാധിച്ച എന്റെ ഭാര്യ മച്ചിയായ നമുക്കെങ്ങനെയാണ് കുട്ടിയുണ്ടാവുക, സന്താനമുണ്ടാകുക? റബ്ബ് കൊടുത്ത മറുപടിയാണ് വിശ്വാസികളെ നമ്മുടെ നെഞ്ചകത്ത് നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഒത്തിവെക്കേണ്ടത്. റബ്ബ് പറഞ്ഞുവല്ലോ, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. യാ സക്കരിയ, നിന്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതെത്രയോ നിസ്സാരമാണ്, അതെത്രയോ എളുപ്പമാണ്. അതെ, നമ്മൾ ഏതേതു പ്രശ്നങ്ങൾ പരിഹരിക്കാനും അല്ലാഹുവിന് എളുപ്പമാണ്, അല്ലാഹുവിന് സാധ്യമാണ്. ക്യാൻസറിന്റെ 4th സ്റ്റേജിലാണോ, മെഡിക്കൽ സയൻസ് കൈവിട്ടോ, ആ രോഗത്തിന് ശിഫ നൽകാൻ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. കടം കൊണ്ട് സാമ്പത്തികമായ പ്രയാസത്തിലാണോ, കടം കുമിഞ്ഞുകൂടി ബുദ്ധിമുട്ടിലാണോ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിച്ചു തരുക എന്നുള്ളത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൽ നാം കാത്തു സൂക്ഷിച്ച ആ വിശ്വാസ വിശുദ്ധി മരണം വരെ തുടർന്നാൽ ഇന്ന് ഈ സുദിനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, ആഹ്ലാദമുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ, അത് ജീവിതത്തിൽ മരണം വരെ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, റമദാനിൽ നേടിയ തഖ്വ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകലാണ്. നോക്കൂ, കഴിഞ്ഞ ഒരു മാസം എല്ലാ തിന്മകളിൽ നിന്നൊന്നും നമ്മൾ മാറി ഒരു നല്ല മുത്തഖിയായി, ഒരു നല്ല മുഅ്മിനായി, ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രമിച്ചില്ല പ്രിയപ്പെട്ടവരെ. അതേ, നാം നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചില്ലേ, നാം നമ്മുടെ കാതിനെ നിയന്ത്രിച്ചില്ലേ, നാം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ വികാരത്തെ, നമ്മുടെ വിചാരത്തെ നമ്മൾ നിയന്ത്രിച്ചില്ലേ? എല്ലാ ഹറാമുകളിൽ നിന്നും നമ്മൾ മാറി നിന്നില്ലേ? എന്തിനേറെ പറയണം, നമുക്ക് അനുവദിക്കപ്പെട്ടതുപോലും, നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഇണയിൽ നിന്ന് പോലും പകൽ സമയങ്ങളിൽ നമ്മൾ മാറി നിന്നില്ലേ?
നമുക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണം പോലും നമ്മൾ മാറ്റിവെച്ചില്ലേ, വെള്ളം പോലും മാറ്റിവെച്ചില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തെളിയിച്ചത് എനിക്ക് മുത്തക്കിയാകാൻ പറ്റും, എനിക്ക് മാറ്റം സാധ്യമാണെന്ന് നാം തെളിയിച്ചു. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാനും നിങ്ങളും തെളിയിച്ചു. എനിക്ക് പ്രിയപ്പെട്ടവരെ, ആ തിന്മകളിലേക്ക്, ആ വൃത്തികേടിലേക്ക്, ആ ഹറാമുകളിലേക്ക് ഇനി ഞാനും നിങ്ങളും തിരിച്ചു പോകരുത്. അങ്ങനെയുള്ള തിരിച്ചുപോക്ക് നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ സമാധാനത്തെ കെടുത്തുമെന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. മാത്രമല്ല, തിന്മകളിൽ നിന്ന് മാറി സഞ്ചരിച്ച് ഈമാനിന്റെ, ഇസ്ലാമിന്റെ, ഈ തഖ്വയുടെ വഴിയിൽ സഞ്ചരിച്ചവരെ, അങ്ങനെ സഞ്ചരിച്ചവർക്ക് ഇനി ആ തിന്മയിലേക്ക് പോകുന്നത്, ഹറാമിലേക്ക് പോകുന്നത്, അതേ അള്ളാന്റെ റസൂല് പറയാ, കമാ യക്റഹു അയ്യുൽഖാ ഫിന്നാർ, നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ വെറുക്കുന്നവയായിരിക്കും ആ തിന്മയിലേക്കുള്ള തിരിച്ചുപോക്ക്. നരകത്തിലേക്ക് വെറുക്കുന്നത്, നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് എത്രമാത്രം വെറുപ്പാണോ അതുപോലെ വെറുപ്പായിരിക്കും മുഅ്മിനിന്റെ കൽബിൽ ആ തിരിഞ്ഞു നടത്തും, തിന്മയിലേക്കുള്ള തിരിഞ്ഞു നടത്തും. ആരാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുക? ആ നരകത്തിലേക്കുള്ള പ്രവേശനം ആരാണ് ആഗ്രഹിക്കുക? കത്തിയാളുന്ന നരകത്തിന്റെ പിറകാകാൻ, തലയോട്ട് ഇരിച്ചു കളയുന്ന നരകത്തിന്റെ പിറകാകാൻ, തൊലിയുരിച്ചു കളയുന്ന നരകത്തിന്റെ പിറകാകാൻ, കല്ലുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്ന ആ നരകത്തിന്റെ പിറകാകാൻ ആരാണ് ആഗ്രഹിക്കുക? അത് വെറുക്കുന്നത് പോലെ ഈമാനുള്ള കൽബ് വെറുക്കുമെന്നാണ് തിന്മയിലേക്കുള്ള തിരിച്ചുപോക്ക്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാകുമെന്ന് തെളിയിച്ചതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, തിന്മകൾ സംഭവിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ പേടിച്ച് സമ്പൂർണമായി മാറി നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. തിന്മകളെ ഗൗരവത്തോടെ കാണണം. വിശിഷ്യ തിന്മകളുടെ മാതാവായ ലഹരിയോട് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതെത്ര തരി ഉപയോഗിച്ചാലും, അത് വലിച്ചാലും, അത് ഊരിയാലും, അത് കുത്തിവെച്ചാലും, അത് ചുണ്ടുകളിൽ ഒളിപ്പിച്ചു വെച്ചാലും മാരകമായ തിന്മ തന്നെ. അള്ളാന്റെ റസൂല് പറഞ്ഞ തിന്മകളുടെ മാതാവ് തന്നെ. അതേ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ആ ലഹരി ഉപയോഗിക്കുക പോയിട്ട് ആ ലഹരി ഉപയോഗിക്കുന്ന അതിന്റെ സദസ്സുകളിൽ പോലും വിശ്വാസികൾക്ക് സാന്നിധ്യം പാടില്ല എന്നാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, യുവാക്കളെ നമ്മൾ ആലോചിച്ചു നോക്കൂ. അനുവദിക്കപ്പെട്ട വെള്ളം, അനുവദിക്കപ്പെട്ട ഭക്ഷണം, അനുവദിക്കപ്പെട്ട എല്ലാം മാറ്റിവെച്ച നമുക്ക് എങ്ങനെയാണ് അനുവദിക്കപ്പെടാത്തൊരു പൊടി, അനുവദിക്കപ്പെടാത്തൊരു വലിക്കൽ, അനുവദിക്കപ്പെടാത്ത ഒരു ലഹരി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, ഈ തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ് ചില സംസ്കാരങ്ങൾ നമ്മുടെ യുവാക്കളിലേക്ക്, നമ്മുടെ നാടുകളിലേക്ക്, അന്യനാടുകളിൽ നിന്ന് പറിച്ചു നടപ്പെടുകയാണ്. രാത്രി മുഴുവൻ അങ്ങാടിയിലും ടൗണുകളിലും കഴിയുന്ന നൈറ്റ് ലൈഫ് സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നു. ഈമാനുള്ള ചെറുപ്പക്കാരെ, മുത്തക്കിയായി ജീവിച്ചവരെ, മാറ്റം സാധ്യമാകുമെന്ന് തെളിയിച്ചവരെ, അത്തരം സംസ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അപര ജീവിതം നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന അത്തരം സംസ്കാരങ്ങൾ നമുക്ക് വേണ്ട എന്ന് ഉറക്കെ പറയാൻ, മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ വലിയ ലഹരിയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗം. ആ വസ്തുത തിരിച്ചറിഞ്ഞ് പലരും സമൂഹത്തിന്റെ പല ഭാഗത്തും അതിന് നിയന്ത്രണം ആവശ്യപ്പെട്ടിരിക്കുന്നു. പല സർക്കാരുകളും അതിന് നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നല്ലത് തന്നെ, ആര് നിയന്ത്രിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് നിയന്ത്രണം വേണം. സഹോദരങ്ങളെ, അതിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തെ ബാധിക്കുമെന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അത്തരം തിന്മകളിൽ നിന്ന്, അത്തരം സമയം കൊല്ലിയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. തിന്മകൾ സംഭവിച്ചാൽ പ്രിയപ്പെട്ടവരെ, അത്തരം തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ആ തിന്മകൾ, ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, നന്മകൾ എത്ര ചെയ്തവരാണെങ്കിലും ആ നന്മകൾ റബ്ബിന് വേണ്ട എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. കേട്ടിട്ടില്ലേ? ഉഹുദ് മലയോളം നന്മകളുമായി അള്ളാഹുവിന്റെ പരലോകത്തെത്തിയ ആ കൂട്ടർ, അവരുടെ നന്മകളെല്ലാം അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയുമെന്നാണ് സ്വഹാബത്ത് ചോദിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ, ആരാണ് റസൂലേ നന്മകളുമായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിയിട്ട് സകല നന്മ
നന്മകളും ധൂളികളാക്കി പറത്തിക്കളഞ്ഞ ആ ഹതഭാഗ്യവർ ആരാണ് റസൂലേ? ആ നിർഭാഗ്യവർ ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, നിശ്ചയം അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദത്തിക്കും, അവർ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണ്. അവർ മുശ്രിക്കുകളല്ല, അവർ മുനാഫിക്കുകളല്ല, അവർ താന്തോന്നികളല്ല, മറിച്ച് നന്മകളുമായി കടന്നു വന്നവരാ. എത്രത്തോളം രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചവരാ. എന്നാൽ അവർക്കൊരു പ്രശ്നമുണ്ട്. മുസ്ലിമേ കേട്ടോളൂ, അവർക്കൊരു പ്രശ്നമുണ്ട്. അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖുഹാ, ഹറാം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ, തിന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ അവർ ആ തിന്മകളോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്, ഹറാമുകളോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ നന്മകൾ എത്ര ചെയ്താലും അവരുടെ നന്മകൾ അല്ലാഹുവിന് വേണ്ട. സഹോദരന്മാരെ ചിന്തിക്കൂ, നിഷിദ്ധമാക്കപ്പെട്ട ഒരു ചെറിയ തിന്മ പോലും എത്ര വലിയ ഗൗരവമുള്ളതാണെങ്കിൽ സ്വന്തം പിതാവിനെയും സ്വന്തം മാതാവിനെയും ധിക്കരിക്കുന്നത് പോയിട്ട്, കഴുത്തറുക്കുന്നത് പോയിട്ട് ചേ എന്ന വാക്ക് പോലും പറയാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സാധിക്കുക? നിഷിദ്ധമാക്കപ്പെട്ട ചെറിയ തിന്മ പോലും വലിയ പാപമാണെങ്കിൽ ഉമ്മയെ വ്യഭിചരിക്കുന്നതിൽ സമാനമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പലിശ എങ്ങനെയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുക? നിഷിദ്ധമാക്കപ്പെട്ട ചെറിയ തിന്മ പോലും വലിയ പാപമാണെങ്കിൽ കുടുംബബന്ധത്തെ ശിഥിലമാക്കുന്ന അവിഹിതങ്ങൾ, പ്രണയങ്ങൾ, വേണ്ടാത്തരങ്ങൾ, വൃത്തികേടുകൾ എങ്ങനെയാണ് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുക? നിഷിദ്ധമാക്കപ്പെട്ട ചെറിയ തിന്മ പോലും വലിയ പാപമാണെങ്കിൽ ഏറെ അനുഗ്രഹീതമായ ഏതൊരു ആണും പെണ്ണും കൊതിക്കുന്ന സുന്ദരമായ വിവാഹ വേളകൾ പോലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത രൂപത്തിൽ ആർഭാടവും ആഭാസവുമാക്കി സംഗീതം കുത്തിക്കലർത്തി ആർഭാടമാക്കാൻ, ആഭാസമാക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? നിഷിദ്ധമാക്കപ്പെട്ട ചെറിയ തിന്മ പോലും വലിയ പാപമാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന അതിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കാത്ത, അല്ലാഹുവിന്റെ റസൂൽ എതിർത്ത ആണിന്റെ വേഷം ധരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ഔറത്ത് മറയാത്ത വേഷം ധരിക്കുന്ന, അന്യപുരുഷന്മാരെ കൊത്തിവലിക്കാൻ സഹായിക്കുന്ന വേഷം ധരിച്ചു നടക്കാൻ മുസ്ലിം സഹോദരിമാരെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇവിടെയാണ് തിന്മകളിൽ നിന്ന് ബഹുദൂരം മാറി വിശ്വാസം സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതെ, അത് യൂസുഫ് നബി സ്വീകരിച്ച നിലപാടാ. യൂസുഫ് നബിയെ ആ കൊട്ടാരത്തിലെ രാജ്ഞി ഒരു വൃത്തികേടിൽ ക്ഷണിച്ചപ്പോ യൂസുഫ് നബി പറഞ്ഞല്ലോ, ഖാല റബ്ബി സിജ്നു അഹബ്ബ ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, ആ പെണ്ണ് ക്ഷണിക്കുന്ന തിന്മയേക്കാൾ, വൃത്തികേടിനേക്കാൾ, ആ ഹറാമിനേക്കാൾ എനിക്കിഷ്ടം, ആ മണിയറേക്കാൾ എനിക്കിഷ്ടം അല്ലാഹുവേ ഈ ജയിലകത്തെ ആ ജയിലറയാണ് എനിക്കിഷ്ടമെന്ന് യൂസുഫ് നബി പറഞ്ഞതുപോലെ എത്ര പ്രതിസന്ധി പ്രയാസം വന്നാലും സിനിമകളോട് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതെ, വീടെടുക്കുന്നു, പണി പൂർത്തിയാവുന്നില്ല, പലരും പറയുന്നു ലോൺ എടുക്കാൻ. പറയാൻ കഴിയണം മുസ്ലിമേ, ആ ചെറ്റക്കുടിൽ കഴിയേണ്ടി വന്നാലും ലോൺ എടുത്തിട്ട് ഒരു വീടിന്റെ പണി പൂർത്തിയാക്കാൻ ഞാൻ നിൽക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, റമദാൻ നമുക്ക് നന്മയുടെ പൂക്കാലമായിരുന്നു. അത് തുടരാൻ കഴിയണം. സ്വർഗം ലക്ഷ്യമാക്കി നന്മകളിൽ മുന്നേറാൻ കഴിയണം. സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയാൽ സഹോദരങ്ങളെ ഒരു നന്മയും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിലേക്ക് ആ സ്വഹാബത്തിനെ വിളിച്ചപ്പോ എന്ന റസൂലുള്ളാഹിന്റെ ആഹ്വാനം കേട്ടപ്പോ സ്വഹാബ സ്വർഗം കൊതിച്ച് യുദ്ധക്കളത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനം കേട്ടപ്പോ സ്വഹാബിമാര് സ്വർഗം കൊതിച്ച് ആ വലിയ ജിഹാദിലേക്ക് പോയതുപോലെ എല്ലാ നന്മകളിലേക്കും മുന്നേറാൻ എന്റെ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. ഒരു നന്മയും നിസാരമാക്കരുത്. ഒരാടുമണി തൂക്കം നന്മ ചെയ്താൽ ഒറ്റപ്പെട്ട ലോകത്ത്, തനിച്ചാകുന്ന ലോകത്ത് നമുക്കേറെ ഗുണമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതെ, റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്ഥിരമായി ചെയ്യുന്ന നന്മകളാ. വിശുദ്ധ റമദാനിൽ ജമാഅത്ത് കൃത്യമായി
ശ്രദ്ധിച്ചവരാണ് നമ്മൾ. റവാത്തിബ് സുന്നത്ത് നമസ്കാരം ശ്രദ്ധിച്ചവരാണ് നമ്മൾ. ഖുർആൻ പാരായണം കൃത്യമായി ശ്രദ്ധിച്ചവരാണ് നമ്മൾ. രാത്രി നമസ്കാരം ശ്രദ്ധിച്ചവരാണ് നമ്മൾ. ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തവരാണ് നമ്മൾ. അത് തുടരണം പ്രിയപ്പെട്ടവരെ. അതിന് ഫുൾ സ്റ്റോപ്പ് വേണ്ട, അതിനൊരു കോമ പോലും വേണ്ട. അത് തുടരാൻ നമുക്ക് സാധിക്കണം. അതേ, പ്രബോധന രംഗത്ത് നമ്മൾ മുന്നിലുണ്ടാവണം. നാട് വർഗീയ ധ്രുവീകരണത്തിലേക്കും നമ്മുടെ നാടിന്റെ മനോഹാരിതയെ നഷ്ടപ്പെടുത്തുന്ന വംശീയതയിലേക്കും വിഭാഗീയതയിലേക്കും മുന്നോട്ട് പോകുമ്പോ, ആ രൂപത്തിൽ പ്രയാസപ്പെടുമ്പോ, ഇസ്ലാമോഫോബിയ മറയാക്കി നമ്മുടെ മതത്തെ, ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ, തിന്മകളുടെ കൂത്ത് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ബാധ്യതയാണ് മുസ്ലിമുകളെ പ്രബോധനം എന്നുള്ളത്. ആ ദൗത്യം തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കാൻ കഴിയണം. കുടുംബസമേതം അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗമാകണം. അതേ, കുടുംബസമേതം ആ രംഗത്ത് മുന്നോട്ടു പോകാൻ, അറിവിന്റെ പാതായനങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ആ അറിവാണ് നമ്മെ നന്മയിലേക്ക് അത് വഴി നടത്തുന്നത്, തിന്മയിൽ നിന്ന് അകറ്റുന്നത്. അതെ, നമ്മുടെ മുന്നിൽ ഒരുപാട് നന്മയുടെ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ മുതിർന്നവർക്ക് പഠിക്കാനുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സംവിധാനങ്ങൾ നമ്മുടെ പരിസരത്തുണ്ട്. നമ്മുടെ മക്കൾക്ക് CRE ഉണ്ട്. നമ്മുടെ ചെറിയ മക്കൾക്ക് മദ്രസ സംവിധാനങ്ങളുണ്ട്. അതിനപ്പുറത്ത് ഓൺലൈനിൽ നിരവധി അവസരങ്ങളുണ്ട്. പീസ് റേഡിയോ ഉണ്ട്, സമീറുണ്ട്. ഇത്തരം നന്മകളോടൊപ്പം സഞ്ചരിക്കാൻ, അറിവിന്റെ വാതായനങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, നന്മ ചെയ്യാൻ അവസരം കിട്ടിയാലും, നന്മയുടെ വിളിയാളും കേട്ടാലും, നന്മകൾ പോലും ആരാധനകൾ പോലും കേവലം വൈബാക്കി ട്രെൻഡുകളാക്കി അതിന്റെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ അതിദാരുണമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം ആസ്വദിക്കുകയാണ്, എല്ലാം ആർമാദിക്കുകയാണ്, എല്ലാം റീൽസ് ആക്കി മാറ്റുകയാണ്, എല്ലാം ഷോർട്സ് ആക്കി മാറ്റുകയാണ്. അങ്ങനെ എല്ലാം ആസ്വദിക്കുന്നവരോട്, എല്ലാം ആർമാദിക്കുന്നവരോട് ഒറ്റ ഹദീസേ പറയാനുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുമെന്നാണ്. സകല സുഖങ്ങളും ആസ്വദിച്ച ആ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിയിട്ട്, നരകത്തിൽ ഒരു കോരി എടുത്തിട്ട് ആ മനുഷ്യന്റെ ദേഹത്തേക്ക് കോരിയിടേണ്ട താമസം. ആ മനുഷ്യനോട് ചോദിക്കുമെന്നാണ്, താങ്കൾ ദുനിയാവിൽ വല്ല സുഖവും ആസ്വദിച്ചിട്ടുണ്ടോ, വല്ല ആനന്ദവും ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട താമസം. ആ മനുഷ്യൻ പറയുമെന്നാണ്, ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബ്, അല്ലാഹുവാണേ സത്യം, ഇല്ല, ഒരു ആസ്വാദനവും ഒരു സുഖവും ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ രൂപത്തിലുള്ള എല്ലാ തെറ്റായ ആസ്വാദനങ്ങളിൽ നിന്നും മാറി ശരിയായ ആസ്വാദനം, ആനന്ദം പ്രതീക്ഷിച്ച് നന്മയിൽ മുന്നേറാൻ കഴിയണം. അത് സ്വർഗലോകത്താണ് നമുക്ക് സാധിക്കുക. നോക്കൂ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, ഇദ്ഖുലൂഹാ ബിസ്സലാം ദാലിക യൗമുൽ ഖുലൂദ്, സമാധാനപൂർവ്വം നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക. ശാശ്വത വദനത്തിലുള്ള വാസത്തിലുള്ള ദിവസമാകുന്നു അത്. ലഹു മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്നതെന്തും ഉണ്ടായിരിക്കും. അവരുടെ നമ്മുടെ പക്കലാകട്ടെ കൂടുതലായിട്ടുണ്ടാകും. അതെ, ദുനിയാവ് സങ്കടമാണ്, ദുനിയാവ് പ്രയാസമാണ്, ദുനിയാവ് നിരാശയാണ്. എന്നാ സ്വർഗം അങ്ങനെയല്ല. സ്വർഗം അങ്ങനെയല്ല. അവിടെ ആസ്വാദനത്തിന്റെ ലോകമാണ്, ആരോഗ്യത്തിന്റെ ലോകമാണ്, എല്ലാ അർത്ഥത്തിലുള്ള ആനന്ദത്തിന്റെ ലോകമാണ്. അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇനിയും നമ്മൾ തുടരേണ്ടത്. അവസാനിപ്പിക്കും മുമ്പ് സഹോദരങ്ങളെ, റമദാനിൽ ധാരാളം നന്മകൾ ചെയ്തവരാ. അതുകൊണ്ട് ആ നന്മകൾ സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം. ആ കഅബ അല്ലാഹു പറഞ്ഞ പോലെ, അല്ലാഹു പറഞ്ഞ സമയത്ത്, അല്ലാഹു പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടും ഇബ്രാഹിം നബി മറന്നിട്ടില്ല. റബ്ബേ, അത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥന നമ്മളോടൊപ്പം ഉണ്ടാവണം. അതോടൊപ്പം രക്ഷിതാക്കളെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾ പഠന പരീക്ഷ ചൂട് കഴിഞ്ഞ് വേനലവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മക്കളോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള വലിയ അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും അകൽച്ചകളുമാണ് നമ്മുടെ പുതുതലമുറ വഴിതെറ്റാൻ, ലഹരിയിലേക്ക് പോകാൻ, തിന്മയിലേക്ക് പോകാൻ, കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം വഴിതെറ്റുന്നതാണ് കാരണം എന്ന തിരിച്ചറിവുകളും. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച്
മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ഈ അവധിക്കാലത്ത് മക്കളോടൊപ്പം സമയം ചെലവഴിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അവരെ നന്മയിൽ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് ധാർമ്മിക ബോധം പകർന്നു നൽകുന്ന സംവിധാനങ്ങളിലേക്ക് അവരെ വഴികാട്ടണം. അത് കാണിച്ചു കൊടുക്കണം. അതുപോലെ പുതുതലമുറയെ നശിപ്പിക്കുന്ന ലിബറൽ സംസ്കാരത്തിന്റെ അപകടങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകണം. ലോകം കടുത്ത സാമ്പത്തിക മാധ്യത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. ജീവിതം പ്രയാസങ്ങളിലേക്കാണ്, ആ രൂപത്തിലുള്ള ഇടുക്കത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തിയോട് ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ശക്തമായ ചൂട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ചൂടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ഉപയോഗം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. വെള്ളം പാഴാക്കാതെ ദുർവ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയണം. പരസ്പരം വെള്ളം പങ്കുവെച്ച് പുണ്യം നേടാൻ നമുക്ക് കഴിയണം. ഈ ഈദ് ദിനം ആഘോഷത്തിൻ്റെതാണ്, ആനന്ദത്തിൻ്റെതാണ്, ആഹ്ലാദത്തിൻ്റെതാണ്. എന്നാൽ അതുപോലും നമുക്ക് ആരാധനയാണ്. അതുകൊണ്ട് റബ്ബിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഈ ദിനം ഈ ആഘോഷമായി കൂടാ, ഈ സുദിനമായി കൂടുക. കുടുംബ സന്ദർശനങ്ങൾ ധാരാളമായി നിർവഹിക്കാൻ കഴിയണം. പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയണം. പരസ്പര ആശംസകൾ കൈമാറണം. സാഹോദര്യം കാത്തു സൂക്ഷിക്കണം. തന്റെ പ്രിയപ്പെട്ടവർ, തന്റെ അയൽവാസികൾ, തന്റെ ബന്ധുമിത്രാദികൾ, തന്റെ വേണ്ടപ്പെട്ടവർ ആരും ഈ ദിനത്തിൽ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നാം സന്തോഷിക്കുമ്പോഴും നാം ആനന്ദിക്കുമ്പോഴും നാം ആഹ്ലാദിക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ നമ്മുടെ സഹോദരങ്ങൾ അവർ പ്രയാസത്തില, അവർ വെടിയച്ചകളുടെ നടുവിലാണ്. അവരോടുള്ള പ്രാർത്ഥന നമ്മൾ മറക്കരുത്. അവർക്കുള്ള പ്രാർത്ഥന നമ്മൾ മറന്നു പോകരുത്. ഈ സുദിനത്തിലും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ കഴിയണം. ഈ ഈദ് സുദിനത്തിൽ അല്ലാഹുവിന്റെ റസൂലേറെ പ്രോത്സാഹിപ്പിച്ച ദാനധർമ്മത്തിന്റെ കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ എല്ലാ നന്മകളും ജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിതം മരിക്കുന്നതുവരെ ഈ സുദിനം ആഘോഷിച്ചതുപോലെ, ആനന്ദിച്ചതുപോലെ, ആഹ്ലാദിച്ചതുപോലെ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. റബ്ബിന് തൗഫീഖ് നൽകിയിരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമായ അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ഈ മതത്തെ പൂർണ്ണമായി നെഞ്ചിലേറ്റ് ഇസ്സത്തോടെ ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും നീ പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ തിന്മകളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും, വൃത്തികളിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ യുവാക്കളെയും നമ്മുടെ യുവതികളെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മാരകമായ രോഗത്തെ തൊട്ട്, അപകട മരണത്തെ തൊട്ട്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് റബ്ബേ നമ്മയും നമ്മുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഈദ് മുസല്ലയിലേക്ക് വരാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ആ രോഗം നീ എളുപ്പം ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനോടുകൂടി നമ്മിൽ നിന്നും വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ശമനം, നിന്റെ രക്ഷയും നിന്റെ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا في كل مكان. اللهم انصر اخواننا في بلاد المسلمين. اللهم انصر اخواننا في خليج. اللهم انصر اخواننا في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا